ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാനൊന്നുമില്ല. ഇതാ മഹേന്ദ്ര ആളെ വിട്ട് ചെയ്യിപ്പിച്ചതാ. അച്ഛാ, ഇനിയെങ്കിലും ഒന്ന് ഓർത്തു നോക്ക്. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. അഞ്ജലി വെറുതെ ഓരോന്ന് ഓർമ്മിപ്പിച്ച് വർമാജിയെ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ വിസ്താരവും വ്യാഖ്യാനവും. ബാലുട്ടാ, നിനക്കിത്തിരി കൂടുതലാ. എവിടെ എന്ത് പറയണമെന്ന് നിനക്കറിയില്ല. ആ, ഇനി ഇതിന്റെ പേരിൽ ആരും തലമുണ്ടാക്കാനും ഉറക്കളക്കാനും നിൽക്കണ്ട. ഭൂമി കുലുങ്ങിയാലും പുറത്തിറങ്ങുകയും വേണ്ട. ഇത്തിരി സമാധാനം തരില്ല എന്ന് പറഞ്ഞ അഞ്ജലി വർമ്മേ, താൻ കാര്യം അറിയാതെ ഇവിടെ മറ്റുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. താൻ കാര്യം അറിയാതെ പെരുമാറിയാൻ ഞാൻ എന്ത് ചെയ്യാനാ? താൻ വാ, നമുക്ക് വെറുതെ ഒന്ന് നടക്കാം. ഒന്ന് വാടൂ. കല്യാണത്തിന് മുമ്പ് തന്റെ കണ്ടീഷൻസ് ഒന്നും ഞാൻ തെറ്റിക്കാൻ പോണില്ല. ഓരോ സമയം ഓരോ പ്രകൃതിയായി ബാലോട്ടിന്. ഈ ദേഷ്യം മാറ്റിയില്ലെങ്കിലേ എനിക്ക് പറ്റില്ല കേട്ടോ. മാറ്റാം, വരൂ. ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിലാണ് അഞ്ജലി. എന്താ പറയുക, വല്ലാത്തൊരവസ്ഥ. ഞങ്ങളുടെ കൊട്ടാരത്തിന്റെ കേസിലും നൂലാമാലകളിലൊന്നും ഞാൻ ബാലുവേട്ടനെ ഇടപെടുത്താൻ പാടില്ലായിരുന്നു. ഏയ്, അതൊന്നുമല്ല. എന്തോ എനിക്ക് എന്നെ നഷ്ടപ്പെടുന്നത് പോലെ, നിന്നെ നഷ്ടപ്പെടുന്നത് പോലെ. ബാലുവേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? പറ ബാലുവേട്ടാ, ഇവിടെ ഈ ഇളവന്നൂരില് നമ്മളെ ബാധിക്കുന്ന മറ്റെന്ത് പ്രശ്ന? എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള നാടായത്. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന കാവിലമ്മയുടെ നാട്. ബാലുവേട്ടനറിയോ, ഈ ഇളവന്നൂരിലെ പാലപ്പൂ മണമുള്ള രാത്രികൾ എന്നെ പോലുള്ള പെൺകുട്ടിയൊക്കെ ഉത്സവമാണ്. ദേവി വിരുന്നിനെത്തുന്ന ഉത്സവ രാത്രികൾ. ദേ, കുറെ കൂടി അങ്ങോട്ട് ചെല്ലണം. പോയിട്ടുണ്ടോ ആശാൻ ഇതുവരെ? ഇല്ല. എന്നാ പോണം. കാടിറങ്ങി ഉള്ളിലേക്ക് ചെന്നാ കാണാൻ എന്ത് രസാണെന്നറിയോ? നഗരത്തിൽ ജീവിക്കുന്ന ബാലുവേട്ടന് എന്ത് കാടിന്റെ ഭംഗി അല്ലേ? നേരെ ഒത്തിരിയായി, പോണ്ടേ? പോകാല്ലേ? റോസി, ഈ ബാലഗോപാലിനെ ജീവന തുല്യം സ്നേഹിച്ച് മരിച്ചു. റോസി, നിനക്ക് മുമ്പേ ഇയാളെ മനസ്സുകൊണ്ട് വിവാഹം കഴിച്ചവളാണ് ഞാൻ. ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് നീ എന്തിനു വന്നു? എനിക്ക് പേടിയൊന്നു. ഒരേ സ്വപ്നം കണ്ടവരാ നമ്മൾ. പക്ഷെ നീ മാത്രം അത് നേടുന്നു. മരിച്ചു മണ്ണടിഞ്ഞ് ഞാൻ പുറത്തും ഇല്ല. ഞാൻ വിട്ടുതരില്ല. റോസി, ഒരാത്മാവാണെന്ന കാര്യം നീ മറക്കുന്നു. അറിയാം, പക്ഷെ ആത്മാവിനൊരു മനസ്സുണ്ട്. ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചൊരു മനസ്സ്. ആ മനസ്സിന് ശാന്തി കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്ക് സ്വന്തമാവണം. ബാലുവിനെ എനിക്ക് വിട്ടുതരണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ... ഇല്ല, ഇവളെ നീ തൊടില്ല. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ... സംഭവിക്കും. ഇവിടെ വെച്ച് ഈ നിമിഷം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നീതി നിയമം എനിക്ക് ബാധകമല്ല. റോസി, അരുത്, വേണ്ട. മാറി നിൽക്കുക. എനിക്കിവിടെ വേണം, ഇവളുടെ ജീവൻ. എല്ലാറ്റിനെയും കത്തിച്ച് ചാമ്പലാക്കാൻ എനിക്ക് കഴിയും. പക്ഷെ എനിക്ക് വേണ്ടത് ഇവിടെയാണ്. ഇവൾ നശിച്ചാലേ
നിന്നെ എനിക്ക് കിട്ടും. അഞ്ജലി, മോളെ, അഞ്ജലി, ഈ കണ്ടതൊക്കെ സത്യമാണോ മോനെ? സത്യമാണ്. കുറച്ച് ദിവസങ്ങളായി ഒരു ഒഴിയാബാധ പോലെ എന്നെ പിന്തുടരുന്ന സത്യം. എന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? അറിയിക്കണ്ടെന്ന് തോന്നി. ആദ്യമൊക്കെ ഒരു കൗതുകമായിട്ടേ എനിക്ക് തോന്നിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഈശ്വര, എന്റെ ബാലോട്ടിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരാൻ തോന്നിയല്ലോ ആ നശിച്ച ആത്മാവിന്. ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒന്നും കള്ളമല്ലെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ ബാലു. സ്വത്തും കൊട്ടാരൊന്നും വേണ്ട നമുക്ക്. ഇപ്പൊ തന്നെ തിരിച്ചു പോവാം, അതാ നല്ലത്. ഇവിടുന്ന് പോയതുകൊണ്ട് മാത്രം ഒന്നും തീരില്ല വർമാജി. ഞാൻ എവിടെ പോയാലും റോസിയുടെ ആത്മാവ് എന്നെ പിന്തുടരും. തൽക്കാലം അഞ്ജലിയും കൂട്ടി നിങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെട്ടോളൂ. ഇല്ല, ബാലോട്ടിനെ തനിച്ചാക്കി ഞങ്ങൾ ആരും എങ്ങോട്ടും പോകുന്നില്ല. അഞ്ജലി, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എനിക്ക് കൂടെ വരാൻ പറ്റില്ല. ഞാൻ മടങ്ങിയാൽ അത് ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരാളില്ലേ, മഹേന്ദ്രവർമ്മ. അയാളുടെ മുന്നിൽ കീഴടങ്ങിയതിന് തുല്യവും. ബാലു പറയുന്നതിലും കാര്യമുണ്ട്. റോസിയെ തിളക്കാൻ മറ്റെന്തെങ്കിലും പോംവഴി ഉണ്ടോന്നാ നോക്കേണ്ടത്, ഇല്ലേ? എന്നാ ഇനി ആലോചിച്ച് സമയം കളണ്ട ബാലു. ഏതെങ്കിലും ഒരു മലയിലേനെ വരുത്ത്. അങ്ങേരുടെ മന്ത്രവാദം കൊണ്ട് ഒഴിഞ്ഞു പൊക്കോളും പ്രേതം പിശാച്ചും ഒക്കെ. വർമാജി, ഇത് വെറും ഒരു ബാധയൊഴിപ്പിക്കൽ മാത്രമല്ല. സ്നേഹം നഷ്ടപ്പെട്ട ഒരു ആത്മാവിന്റെ അടങ്ങാത്ത പ്രതികാരമാണ്. ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടെ ആവശ്യം. അതിന് ചിലപ്പോ റോസിയുടെ ലൈഫിന്റെ ഉള്ളറകളിലേക്ക് പോലും നമുക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. റോസി പറഞ്ഞ കഥയിലെ സാമുവലും അറിയേയും ഏക മകളെ സ്വന്തം പ്രാണനേക്കാൾ സ്നേഹിച്ച അവളുടെ ഡാഡിയും മമ്മിയും. അവരെ കാണണം. എവിടെ എന്റെ മോൾ? എവിടെ? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്റെ മകളുടെ ആത്മാവ് അലയുന്നുണ്ടെങ്കിൽ എവിടെ? ഞങ്ങളെ ഒരു നോക്ക് കാണാൻ അവൾ എന്താ വരാത്തെ? എനിക്ക് അവളെ കാണണം, എന്റെ മോളെ കാണണം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപക്ഷെ ഇതിലും വലിയ ധർമ്മസങ്കടത്തിലാ ഞങ്ങളൊക്കെ. അഞ്ജലിക്കും എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ റോസിയുടെ ആത്മാവ് ഇങ്ങനെ അലയാൻ പാടില്ല. നോ, നെവർ. എന്റെ മകളുടെ ആത്മാവിനെ തളയ്ക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ ഈ മുറ്റത്ത് വരുമെന്ന് കരുതി കാത്തു കാത്ത് കഴിയല്ലോ ഞങ്ങൾക്ക്. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ. നിങ്ങളുടെ ഈ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ച് ഈ പറയുന്നതിലൊക്കെ എന്താ ഒരു മര്യാദ? മരിച്ചുപോയ മകളെ കുറിച്ച് ദുഃഖിക്കാനേ നിവൃത്തിയുള്ളൂ ആർക്കും. അത് വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. പക്ഷേ നിമിഷം തോറും ഉരുകി ഉരുകി ചത്ത് ജീവിക്കുന്ന ഒരു മോൾ എനിക്കുണ്ട്. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവളെ ഞാൻ കൊല്ലണോ? ഒരാത്മാവിന്റെ പിടിയിൽ അമർന്ന് എരിഞ്ഞു തീരുന്ന കുറെ ജീവിതങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം.